ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ ഇവിടെ കപ്പയും ബീഫും ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ അമ്മാമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അമ്മാമ്മയുടെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിൽ മെയിൻ ഐറ്റമാണ് കപ്പയും ബീഫും. എനിക്കൊന്ന് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത്. കപ്പ ബിരിയാണി എന്ന് പറയും, എല്ലും കപ്പയെന്നും പറയും, കപ്പയും ബീഫും എന്നും പറയും. സോ ഞങ്ങൾ കപ്പയും ബീഫും എന്നാണ് പറയുന്നത്. അമ്മാമ്മ ഇവിടെ പണിപ്പുരയിലാണ്. അമ്മാമ്മേ, നമ്മളിപ്പോൾ രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ചു. കപ്പ മേടിച്ചു, ബീഫ് മേടിച്ചു. ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് അമ്മാമ്മേ? ആദ്യം ബീഫ് കഴുകി വെള്ളം നനയാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു കിലോ ബീഫിന് വലുതാണെങ്കിൽ ഒരു വലിയ സവാള, അല്ലെങ്കിൽ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഓക്കെ, ഇതുപോലെ സവാള അരിഞ്ഞു, ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതലും എല്ലും ബീഫും കൂടെയാണ് അല്ലേ? എല്ലും മാംസവും കൂടെ. മാംസം കൂടെ മിക്സ്ഡ് ആണ്, അതാണ് നമ്മൾ മേടിച്ചത്. എന്നിട്ട് സവാള അങ്ങനെ ചെറുതായിട്ട് അരിയാം. ഓക്കെ, ഞാനിന്ന് ഫ്രീ ആയതുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതൊക്കെ കണ്ട് പഠിക്കുകയാണ്. എന്നിട്ട് കപ്പ അരിയാൻ ഞാൻ സഹായിക്കാം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അമ്മമ്മ കപ്പയും ബീഫും വെക്കാൻ എങ്ങനെയാ പഠിച്ചേ? ആണോ? അമ്മമ്മയുടെ അമ്മ എങ്ങനെയായിരിക്കും പഠിച്ചേ? അമ്മയുടെ അമ്മ എന്നായിരിക്കും പഠിച്ചത്. ഓഹോ. ഇനി ഒരു തക്കാളി, 1 കിലോ ബീഫിന് 1 തക്കാളി. ഓക്കെ, 1 തക്കാളി എടുത്തു. അതിനെ 4ആയിട്ട് കണ്ടിച്ചിട്ട് അരിഞ്ഞ് അത് ഇഷ്ടം പോലെ അരി. ഇത് എങ്ങനെയാ വെച്ചാൽ മാമ ഇങ്ങനെയാണ് ഇപ്പം അരിയുന്നത്. നമ്മളപ്പോൾ സവാള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, കുറച്ച് കറിവേപ്പില എടുത്തു, കഴുകി കുറച്ച് സവാളയിലേക്ക് ഇട്ടു, കുറച്ച് മല്ലിയിലെടുത്തു, കഴുകിയതിന് ശേഷം പിന്നെയും അത് ആ സവാളയിലേക്ക് ഇട്ടു. ഇതായിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തു അമ്മമ്മ. ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചു, ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അമ്മ മാമേ, ശക്തി ഉപയോഗിച്ച് തുറക്ക്. എണ്ണപ്പാത്രം തുറക്കാൻ നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് തുറക്കുന്നതെന്ന് കണ്ടോളൂ. കത്തി എടുത്തിട്ട് സൂക്ഷിച്ച്. സെറ്റ്. ഓക്കെ, നമ്മളിനി വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. സവാള വരണ്ട് കിട്ടാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ. ഇത് കണ്ടോ, കൈയൊക്കെ എവിടെ കൊണ്ട് പൊള്ളിച്ച് മുറിച്ച് വെച്ചിരിക്കുക. അപ്പോൾ സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ളൊരു അത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 സ്പൂൺ. അത് കൂടിയ കുഴപ്പമുണ്ടോ അമ്മാമേ? കടുക് ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എന്തോരായാലും കുഴപ്പമില്ല. എനിക്ക് കടുക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഉപയോഗിക്കും. അത് അമ്മാമ്മയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ കഴിക്കുന്നത് ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലോ. അല്ല, ഒരുപാട് കടുകായാലും കൊള്ളൂല ഏതിനും. ഓക്കെ, അത്രയും കടുക് അപ്പം ഞാൻ ഇതിനിട്ടുള്ളൂ. 1 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ. കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. സവാള, തക്കാളി, കറിവേപ്പില, മല്ലിയില. സോറി, തക്കാളി ഇട്ടിട്ടില്ല. സവാളയും കറിവേപ്പിലയും മല്ലിയില മാത്രം. ഓക്കെ, അത് വരണ്ട് കിട്ടാൻ എളുപ്പത്തിന് ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, സവാള, തക്കാളി, കറിവേപ്പില, മല്ലിയില ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടും, ഒന്ന് വഴണ്ട് കിട്ടാനെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല മണമുണ്ട് ഇപ്പോഴേ. ഞാനിതൊക്കെ കണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു റോളും ഇല്ല, എല്ലാം കണ്ട് പഠിക്കുകയും ചെയ്യാം. എൻ്റെ കോളേജിൽ സ്കൂളിലൊക്കെ ഫ്രണ്ട്സിനെന്ന് വെച്ചാൽ അമ്മാമ്മയുടെ കപ്പയും ബീഫും ഭയങ്കര ജീവനാണ്. അപ്പോൾ അവരെപ്പോഴും ചോദിക്കും റെസിപ്പി ഇടുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ റെസിപ്പി ഇടാമെന്ന്. ഇന്ന് വീട്ടിൽ ഞാനും അമ്മാമ്മ മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് പ്രത്യേകിച്ച് ഒരു പണിയല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് റീലെടുക്കാൻ പോകും, അതൊക്കെ തന്നെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്കും അമ്മമ്മ പിന്നെ ഈ തക്കാളിൻ്റെ കൂടെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. സവാള മാത്രം. അത് കഴിഞ്ഞിട്ട് തക്കാളി പ്ലസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 സ്പൂൺ. 2 സ്പൂണാണോ 1 സ്പൂണാണോ? 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, 1 കിലോ ഇറച്ചിക്ക് 1 സ്പൂൺ സാദാ മുളക് പൊടി. സാദാ മുളക് പൊടി 1 സ്പൂൺ.
നെക്സ്റ്റ് 1 സ്പൂൺ പിന്നെ പിന്നെ മുളക് പൊടി അത് കാശ്മീരി കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ. 1 സ്പൂൺ കാശ്മീരി ചില്ലി. നെക്സ്റ്റ് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 സ്പൂൺ മറ്റേ എടുക്കണ സ്പൂണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. 1 സ്പൂൺ ഗരം മസാല അല്ലേ? ഞാൻ പൊടിച്ച മസാലയാണ്, മേടിക്കുന്ന മസാലയല്ല. അതെങ്ങനെയാ പൊടിക്കുന്നത്? ഇപ്പോൾ ഗരം മസാല പിന്നെ പൊടിക്കാൻ സാധനങ്ങൾ കിട്ടില്ല. പൊടിക്കാൻ കിട്ടുന്നത് മേടിച്ച് നമ്മൾ മിക്സിയിൽ പൊടിക്കും. അതിനെ രുചിയുള്ളൂ. മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ചേർത്ത രുചിയില്ല. എന്നിട്ട് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. സോ സാധാ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഇത് 1 സ്പൂൺ മല്ലിപ്പൊടി. 1 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ. 2 സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, 2 സ്പൂൺ. എല്ലാ പൊടികളും കൂടി ചേർത്ത് ഒരു തക്കാളി പൊടി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. സവാള നല്ല ബ്രൗൺ ആയി. ഇനി നമ്മൾ ഇതിലേക്ക് അതിനകത്തേക്ക് ഈ തയ്യാറാക്കി വെച്ച മിശ്രിതം, പിന്നെ മിശ്രിതമല്ല, തയ്യാറാക്കി വെച്ച പൊടികൾ. മിശ്രിതം എന്ന് പറഞ്ഞാൽ അതെ, ആ പേസ്റ്റ് മിശ്രിതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാം. മിക്സ്ചർ. ഓക്കെ, മിശ്രിതം. അതിന് മലയാളം മിക്സർ. അത് പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് ചൂടാക്കുക. ഇറച്ചി വെക്കും. ഓക്കെ, കഴുകി വെച്ചിരിക്കുന്നത്. ഇത് 1 കിലോ അല്ലേ? ഇത് 1 കിലോ അല്ലാന്ന് അതായത് കൂടുതലൊന്നും എല്ല് കൊടുത്തു വിട്ടണം. 1 കിലോ ഇനി അത് നന്നായിട്ട് ഇളക്കി അതിനെ മിക്സ്ചർ മൊത്തം സെറ്റ് ആക്കണം. അയ്യവാ, നമ്മൾ ആ മിക്സ് ചെയ്ത സാധനം കുക്കറിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. നമ്മളിനി ഇത് വേവിക്കാൻ പോവാണ്. അയ്യോ, അത് ഞാൻ മിസ്സാക്കി. എന്താ ഇപ്പം ചെയ്തത്? അതിനകത്ത് ആ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ആ മസാല ഒന്നും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓക്കെ, കുക്കറിലോട്ട്. കുക്കർ അടച്ചു, അടുപ്പത്തിൽ വെച്ചു. അമ്മാമ്മ എത്ര കൂവൽ കേൾക്കണം? ഇത് 20 മിനിറ്റ് വേവണം. 20 മിനിറ്റ്സ്. അതിൽ 15 മിനിറ്റ് പിന്നെ ഫുള്ളിൽ ഇടണം, 5 മിനിറ്റ് സിമ്മിൽ ഇടണം. അങ്ങനെയൊക്കെ നോക്കണം അല്ലേ? അങ്ങനെയൊക്കെ നോക്കണം. മറ്റേ അതിൻ്റെ വെള്ളം പറ്റിപ്പോവും, കത്ത് പിടിക്കും. 15 മിനിറ്റ് സിമ്മിൽ, 15 മിനിറ്റ് ഫുള്ളിൽ, 5 മിനിറ്റ് സിമ്മിൽ ഇടണം അല്ലേ? ഓക്കെ. 20 മിനിറ്റ് കൊണ്ട് ചില ഇറച്ചി വേവൂല. വെന്തില്ലെങ്കിൽ വീണ്ടും അടുപ്പത്ത് വെച്ച് 5 മിനിറ്റും കൂടെ കൂവിക്കണം. ഓക്കെ. വേവിക്കാനുള്ള കപ്പ സെപ്പറേറ്റ് വാട്ടിയെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അതിനകത്തേക്ക് ഒരു 3 സ്പൂണ് ഉപ്പിട്ട്, എന്നിട്ട് ഒരു കുറച്ച് അതിന് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി മാത്രം മതിയോ? മഞ്ഞപ്പൊടി മാത്രം മതി. വെള്ളം തിളയ്ക്കുമ്പോൾ കപ്പ അരിഞ്ഞ് അരിക്കും. ഞാനും അരിയാൻ പോവാം. ഇങ്ങനെ അത്രേ ഉള്ള, സിമ്പിൾ. ഞാൻ ചെയ്യാം. താത്ത, ഞാൻ ചെയ്ത് നോക്കട്ടെ. ശരിയായ മതി, മുറിയാതിരുന്ന ഭാഗ്യം. അങ്ങനെയല്ല മോളെ, ഇങ്ങനെയല്ലേ? കറക്റ്റ് അല്ലേ? ഇത് അത്രയും ചെറുത് വേണ്ട, കട്ടി വേണോ? ഞാൻ കാട്ടിയിട്ടാണ് കണ്ടില്ലേ. ഓക്കെ, ഇത് കറക്റ്റ് ആയോ? ഫൈനലി സക്സസ്. നമ്മുടെ ദുൽഖർ സൽമാൻ ഉസ്താദ് ഹോട്ടലിൽ പൊറോട്ട അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് ആകുമ്പോൾ സക്സസ് ആവില്ലേ? ഞാൻ അത്രയും എത്തിച്ചിട്ടില്ല, അതാണ് ഞാൻ. ഈശ്വര, കൈ മുറിയോന്നൊരു ചെറിയ പേടി ഉണ്ടാവുന്നു. അങ്ങനെ കപ്പ അരിഞ്ഞു. ഇത് കിടന്ന് കൂവലോട് കൂവൽ. കപ്പ അരിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെയും കൂടെ അധ്വാനമാണ്, കണ്ടല്ലോ. നമ്മൾ അരിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കണം വൃത്തിക്ക്, അല്ലെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. വെള്ളം കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തിളച്ച വെള്ളത്തിലേക്ക് കപ്പ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ വേവാനായിട്ട് തിളച്ച് കഴിയുമ്പോൾ അങ്ങനെ കപ്പ വാങ്ങി വെള്ളം ഊറ്റിക്കളഞ്ഞു. കപ്പ വേവിച്ചു. ബീഫ് വേവിച്ചു. എന്തായി എന്ന് നോക്കാം. ബീഫ് എത്ര മിനിറ്റ്? 25 മിനിറ്റ് വെച്ചിട്ടും
കുറച്ചും കൂടെ വേവാനുണ്ട്. അമ്മാമ്മയ്ക്ക് നല്ല സോഫ്റ്റ് ആവണം. അതുകൊണ്ട് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പോവാം. വെന്തിലേക്കുള്ള യാ ഇങ്ങനെ പറഞ്ഞാൽ മതി. കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്ത് ഒറ്റ കൂല്. ഓക്കേ, നല്ലോണം അങ്ങ് ഇളക്ക. എൻ്റെ പൊന്നേ, ഇനി നമ്മളിത് ഒന്നും കൂടെ വേവിക്കും കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി കൂല് രണ്ടും കൂടെ മിക്സ് ആവണ്ടേ, ഒരൊറ്റ കൂവൽ. അത് കഴിയുമ്പോൾ സാധനം റെഡി. പോരെ, മതിയായിരിക്കും. കുറച്ചുകൂടെ വേണ്ടി വരുമോ ബീഫ്? നമ്മളിതേ കുറച്ച് പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബിക്കോസ് അത്രയും ബീഫ് ആവശ്യമില്ല. ഒരു കിലോ പിന്നെ ബീഫിന് ഒരു 2 കിലോ കപ്പ ഇടാം. ഇതിപ്പോൾ കപ്പ കുറവായി പോയി. എല്ലാവരും ഉപ്പിടട്ടെ, കുറച്ച് ഉപ്പ്. അല്ല, ആവശ്യത്തിന് ഉപ്പ്. അല്ല, ആദ്യം ഇട്ടില്ലേ ഉപ്പ്? അത് ഇട്ടില്ല. കപ്പയിൽ വേവിച്ചപ്പോൾ ഇട്ടല്ലോ. കപ്പ അന്നേരം അല്ല, ബീഫിന് ഉപ്പ് കുറവാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ആ ബീഫിന്റെ മസാലയാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ടേസ്റ്റ് മസാലയുടെ ടേസ്റ്റ് അല്ലേ. ഒന്നും കൂടി ഒരൊറ്റ കൂവൽ കേൾപ്പിക്കണം. തൊട്ട് നിൽക്കാൻ പാകത്തിന്. ഈ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. ഈ കഷ്ണവും അങ്ങനെ ഇങ്ങനെ തൊട്ട് നിൽക്കാൻ പാകത്തിന്. തൊട്ട് നോക്കാമോ വെള്ളം ഒഴിക്കും. എൻ്റെ കപ്പയും ബീഫും തൊട്ട് നോക്കി. അമ്മാമ്മയും തൊട്ട് നോക്കി. എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ വേണോ? ഇട്ടോ. പിന്നെ കപ്പയും ബീഫും ഒരു കൂവല് കഴിഞ്ഞ് ഇത്രേ ഉള്ളോ അമ്മാമ്മേ? കുറച്ച് വെള്ളം പറ്റിക്കണോ? അല്ല, ഇത് ആറുമ്പോൾ ശരിയായിക്കോളും. ഇച്ചിരി വെള്ളം അധികം ഉണ്ടെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെള്ളം പറ്റിച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിനാ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അല്ലേ? ഇത് കണ്ടോ? അതെ, യാ, ഇങ്ങനെ ഇരിക്കണം. മറ്റേ വെറും ഇരിക്കണം. അപ്പോൾ ഇത് കഴിക്കുന്ന പരുവാകുമ്പോഴത്തേക്കും ഇച്ചിരി ചൂടാറുമ്പോഴത്തേക്കും കുഴഞ്ഞ പാകത്തിന്. ഓക്കേ, ഇത് ഈ സവാള കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ഗാർണിഷിങ്. യാ, അതിനാണ് അമ്മമ്മ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് അമ്മമ്മയുടെ സ്പെഷ്യൽ കപ്പയും ബീഫും. കപ്പയും ബീഫും റെഡി. ഇത് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ സാധാരണ കപ്പയും ബീഫിൻ്റെയും കൂടെ കുറച്ച് നാരങ്ങാച്ചാറും കൂടെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അമ്മമ്മ കുറച്ച് നാരങ്ങാച്ചാറ് തരുമോ? Get ready, guys. വർഗം. ഇത് അമ്മാമ്മ തന്നെ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ്. കുറച്ച് മതിയേ. മതി. കുറച്ച് നാരങ്ങാച്ചാറും കൂടെ. ഓള്ളി. അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ. ഇറച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഒന്നിൽ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ചാൽ നല്ലതാണ്. ദഹനം കിട്ടും. ഓ ശരി, ഓക്കെ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് റിവ്യൂ പറയാം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.